കുറേ ദിവസത്തിന് ശേഷം ഉണ്ടാക്കുമ്പോഴും കഴിക്കുമ്പോഴും ഒരേപോലെ ആസ്വദിച്ചിട്ടുള്ളൊരു കേക്കാണ് കേട്ടത്. നല്ല സ്മെല്ലേനി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ സ്പോട്ടിൽ തന്നെ 2 പീസ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ പറയല്ല, കാരണം അതിൻ്റെ ടെക്സ്ചർ കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും. പിന്നെ സ്മെല്ലും ടേസ്റ്റും പറയണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല. പഴക്കൊലയിൽ ചിലവാകാതെ കിടക്കുന്ന മൈസൂർ പഴം ഉണ്ടാകുമ്പം ഇതേപോലെ ആർക്കും ട്രൈ ചെയ്ത് നോക്കാം. ഇനി മൈസൂർ പഴം തന്നെ വേണമെന്നില്ല കേട്ടോ, ഞാലിപ്പൂവനോ അങ്ങനത്തെ ചെറിയ സൈസ് പഴങ്ങൾ ഏതായാലും പറ്റും. നേന്ത്രപ്പഴം കൊണ്ടും വേണമെങ്കിൽ ട്രൈ ചെയ്തൊക്കെ നോക്കാം. അപ്പോൾ ആ സംഭവം ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ പഴങ്ങളൊക്കെ ഒന്ന് തൊലിച്ചിട്ട് വളരെ ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു പരിപാടിയാണേ. അങ്ങനെ തൊലിച്ച് ഇത് ചെറിയ പീസാക്കി കട്ട് ചെയ്യാണ് വേണ്ടത്. എനിക്ക് ഈ പ്രോസസ്സിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടി ഈ കൊലമന്നൊക്കെ ഈ പഴം എടുത്തിട്ട് ഇതൊന്ന് വൃത്തിക്കുള്ള രൂപത്തിലാക്കിയെടുക്കുക എന്നുള്ളതേന് കേട്ടോ. കാരണം മൈസൂർ പഴത്തിനൊരു പ്രത്യേകത ഉണ്ട്, വേഗം ഇത് കേടായി പോകും. അപ്പോൾ നമ്മൾ ആ കേടെന്ന പോർഷനൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. ഇനി ഇതിൽ കുറച്ച് വണ്ണുള്ള പഴം നോക്കി നടുകെ കീറിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ. കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്യാൻ മാത്രമൊന്നുമില്ല, കൈമ വെച്ച് കട്ട് ചെയ്യുമ്പോഴേ കൈ മുറിയാക്കണ ചിലപ്പോൾ എനിക്കിത് ആദ്യമായിട്ടാവും. ഞാനൊരു ചുവന്നുള്ളി ആണെങ്കിൽ പോലും കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടേ ചെയ്യുള്ളൂ. പക്ഷേ ഇത് ഞാനെന്തോ കൈമ വെച്ചൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഈ അരിഞ്ഞതൊക്കെ അടക്കട്ടെ. നമുക്കിനി ഒരു കടായി എടുത്തിട്ട് ഇതിലേക്ക് ഇത്തിരി പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടാണ് ഇത് ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അത് നന്നായിട്ട് ഉരുകി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് സാധാരണ കാരമലൈസൊക്കെ നമ്മളൊന്ന് നേർപ്പിച്ചെടുക്കൂലേ, അതേപോലെ നേർപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ ആ കാരമലൈസ് ആയ പഞ്ചസാര കട്ട പിടിച്ചിട്ടുണ്ടാവും. അതൊന്ന് അലിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ ഈ സമയത്ത് ഇതിലേക്ക് ഇത്തിരി പാലൊഴിച്ചു കൊടുത്താൽ നന്നാവും. പാലൊഴിക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരും, ഞാനിത് വേണോ വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഒഴിച്ചു കൊടുത്ത്. കാരണം മൈസൂർ പഴം ചെറിയ പുളിയുള്ളതാണല്ലോ, അപ്പോൾ അതിലേക്ക് പാലൊഴിക്കുമ്പം ഇത്തിരി പിരിഞ്ഞു പോകാൻ സ്വാഭാവികം. പക്ഷേ ആ ഒരു ചെയ്ത എക്സ്പെരിമെൻറ്റ് സക്സസ് ആയി എന്ന് തന്നെ പറയാം. കാരണം നല്ലൊരു ടേസ്റ്റും ഫ്ലേവറാണ് കേട്ടോ അതിനെ കൊണ്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. പഴമായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ഇനി അത് തണുക്കാൻ വേണ്ടി നമുക്ക് ഫാൻ്റെ ചൂട്ടിലേക്ക് മാറ്റി വെക്കുന്ന സമയത്ത് നമുക്ക് അടുത്ത പരിപാടി നോക്കിയാലോ. ഇനി മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് 1/4 കപ്പ് ഓയിലും 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും വാനില എസൻസുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടില്ലെങ്കിൽ ആദ്യം തന്നെ മിക്സിയിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് അത് പൊടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്കാണ് 2 കോഴിമുട്ടയും ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ഈ മുട്ടയും പഞ്ചസാര ഓയിലും വാനില എസൻസും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് മിക്സിംഗ് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ പഴത്തിൻ്റെ മിക്സും കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. ഇനി ഇതിലേക്കാണ് ഞാൻ അരിപ്പ വെച്ചിട്ട് 1 കപ്പ് മൈദയും പിന്നെ 1/2 സ്പൂണിൻ്റെ അടുത്ത് ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുക്കണത്. 1 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് അരിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കട്ടോ. അങ്ങനെ ബാറ്റർ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് ടിന്നിലേക്ക് നെയ്യ് നമ്മൾ ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബാറ്ററിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ബട്ടർ പേപ്പർ ഇല്ലാതെ ഞാൻ വെച്ച് നോക്കുന്നത്. ഞാൻ എപ്പോഴും ബട്ടർ പേപ്പർ വെക്കും കേട്ടോ. ഇപ്പോൾ എന്തോ ഒരു കോൺഫിഡൻസ്, അങ്ങനെ ഞാൻ ബട്ടർ പേപ്പർ ഇല്ലാതെ നെയ്യ് മാത്രം തൂവി കൊടുത്തതിന് ശേഷം ഈ ബാറ്റർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള അവനിൽ വെച്ചിട്ടാണ് ഞാൻ അത് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കും കുക്കർ സെറ്റപ്പിലോ ഇനി ഗ്യാസ് സ്റ്റോപ്പ് സെറ്റപ്പിൽ തന്നെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ 180 ഡിഗ്രിയിൽ ഞാനിതൊരു 35 മിനിറ്റ് വെച്ചപ്പോഴാണ് ഇത് കുക്ക് ചെയ്ത് കിട്ടിയത്. അങ്ങനെ സ്ക്യൂസൊക്കെ വെച്ച് നോക്കി നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ല് വരും. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം വീട് മൊത്തം ഇതിൻ്റെ സ്മെല്ല്. ഇനി എവിടെ നിന്നാണ് ഈ സ്മെല്ല് വരുന്നത് എനിക്ക് ഒരു പിടുത്തമില്ല. കാരണം അതിന് മാത്രം ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ നല്ല ആ കമ്പൈൻ ചെയ്ത് വന്നിട്ടുള്ള സ്മെല്ല് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അങ്ങനെ സംഭവം കട്ട് ചെയ്ത് കഴിച്ച് നല്ല അടിപൊളി സാധനം. ഇനി നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പഴം അരച്ചിട്ടൊക്കെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു കേക്ക് ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അങ്ങനെ സംഭവം പൊളിയേനെ ഏതായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കണ്ടാലോ. ബൈ.